ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം കേട്ടിട്ടാണ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് കേരളത്തിൽ നിന്ന് ഉണർന്നത്. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയുണ്ട് 4:30 മറ്റേ ജയിൽ ചാടിയെന്ന് പറഞ്ഞിട്ട്. ഈ ജയിലിൽ ചാടിയത് എത്ര വലിയ സിസ്റ്റം ഫെയിലിയറാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഒരു ആഭ്യന്തര വകുപ്പ് ഈ പ്രാവശ്യത്തെ ആഭ്യന്തര വകുപ്പ് എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ നമുക്ക് പറയാതിരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് ആദ്യമായിട്ട് ഇവരല്ല, ഇതിന് മുൻപും ഭരിച്ചവരുടെയും മിസ്റ്റേക്ക് ആണല്ലോ, അല്ലാതെ ഒരാളുടെ മാത്രം മിസ്റ്റേക്കല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് സിസ്റ്റം ഫെയിലിയറാണ്. ആ നാട്ടുകാരില്ലെങ്കിൽ ആളെ ഇന്ന് പിടിക്കില്ല, ആൾ തമിഴ്നാട്ടിലേക്ക് കടന്നു കളഞ്ഞിട്ടുണ്ടാകും. ആ നാട്ടുകാരിലൊരാൾ കണ്ടതുകൊണ്ട്, അവർ വിളിച്ച് പറഞ്ഞതുകൊണ്ടും അവർക്ക് സംശയം വന്നതുകൊണ്ട് വിളിച്ചത് കൊണ്ടാണ് അത് പിടിച്ചത്. ഇല്ലെങ്കിൽ ഒരിക്കലും പിടിക്കില്ല. ഇത് ഇത്രയും വിവാദമായൊരു കാര്യമായതുകൊണ്ടും ഇത്രയും വലിയ ന്യൂസ് ആയതുകൊണ്ടും അയാളെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടും മാത്രമാണ് പിടിച്ചത്. ഈ ജയിലിനകത്തൊരു പുറത്തൊരു CCTV പോലുമില്ല. വെട്ടിക്കടകളിൽ പോലും CCTV ഉള്ള കാലഘട്ടത്തിൽ ഇവർക്ക് ജയിലിനകത്തൊരു CCTV പോലുമില്ല. ഇത് കേരള പോലീസിനോട് ചോദിക്കാനുള്ളത്, അതിനകത്ത് അവൻ ഇത്രയും വർഷമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവൻ്റെ സ്ഥിരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒരു സിസ്റ്റം ഒന്നുമില്ലേ? ആളുകളൊന്നും ശ്രദ്ധിക്കില്ല അവൻ്റെ മനസ്സിൽ എന്താണ്, എന്താ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയൊക്കെ ചിന്തിക്കുമല്ലോ. ഇപ്പോൾ അവൻ ശരിക്കും എല്ലും തോലുമായിട്ടുണ്ട്, എല്ലും തോലും. ഇനിയിപ്പോൾ അവൻ അതിനു വേണ്ടി ചെയ്തതാണെങ്കിലും, അതായത് ജയിലിലുള്ള അധികൃതർ സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ പറയുമ്പോഴും എനിക്ക് ഡൗട്ട്, അവൻ ഇതിനു വേണ്ടി ചെയ്തതാണെങ്കിലും പറയാൻ പറ്റില്ലല്ലോ. ഒന്നും ഫുൾ ഭക്ഷണം കഴിക്കാതെ ഒന്നും കഴിക്കാതെ എല്ലും തോലും ആകാം, എന്നിട്ട് ജയിലിൽ ചാടാമെന്ന് കുറേ വർഷത്തെ ആലോചനയിൽ ഇന്ന് ചാടിയതാണെങ്കിലോ, അതും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാകുമല്ലോ, അവൻ ശരിക്കും എല്ലും തോലും ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഈ നാട്ടുകാരിലെ ഒരാൾ ഇപ്പം നമ്മളോട് ന്യൂസിൽ പറയുന്നതെന്ന് കേട്ട് നോക്കാം. അവിടെ എത്തിക്കഴിയുമ്പോൾ രാവിലെ ഞാൻ ഈ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ എത്തിക്കഴിയുമ്പോൾ റോഡിൻ്റെ ഞാൻ വണ്ടി പോകുന്ന അതേ സൈഡിലൂടെ ടൂ വീലറിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സൈഡിലൂടെ തന്നെ ഒരാൾ അതെ ഏകദേശം ഈ ഭാഗത്തേക്കായിരുന്നു നടന്നു വന്നത്. അപ്പോൾ പോകുമ്പോൾ ഒരാൾ വളരെ സ്ലോ ആയിട്ട് നടന്നു കണ്ടു കഴിഞ്ഞൊരു വ്യാജകം വരുന്ന പോലെ ഉണ്ടായിരുന്നത്. അപ്പോൾ സംശയം തോന്നി ഞാൻ, കാരണം അയാൾ എത്തുമ്പോഴേക്കും കുറച്ചൊരു സ്ലോ ആയിട്ട് നടന്നു, ജസ്റ്റ് ഒന്ന് ഫേസ് ടു ഫേസ് നോക്കി വീണ്ടും ആൾ നടന്നുപോയി. അപ്പോൾ നടന്നുപോയ ഉടനെ തന്നെ ഞാൻ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരാളോട് ചോദിച്ചു, ഇയാളാണോ സംശയമുണ്ട്, നമുക്ക് നോക്കിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ഓട്ടോ ഡ്രൈവറാണ്, അദ്ദേഹം എൻ്റെ സ്കൂട്ടറിൻ്റെ ബാക്കിൽ കയറി. ഞങ്ങൾ ഉടനെ തന്നെ ഒരു 10-20 മീറ്റർ ബാക്കിൽ ഇയാളുടെ പുറകെ തിരിച്ച് ഇയാളെ ഫോളോ ചെയ്തതിന് ശേഷം വണ്ടി നിർത്തി ഞങ്ങൾ ഇവനെ വിളിക്കുമ്പോഴേക്കും ഇവൻ നടത്തുന്ന സ്പീഡ് കൂട്ടി. പിന്നെ ഞങ്ങൾ പേരെടുത്ത് വിളിച്ചു. ഗോവിന്ദസ്വാമി എന്ന് വിളിക്കുമ്പോഴേക്കും ആൾ ഉടനെ തന്നെ ഇവിടെ പണി നടക്കുന്ന വീടുണ്ട്. ആ വീടിൻ്റെ ആ പോക്കറ്റിലൂടെ മതിലൂടെ കൂടി ഈ കാട്ടിനുള്ളിലേക്ക് എടുത്ത് ചാടി പോവുകയാണ് ചെയ്തിരുന്നത്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ, ഞങ്ങൾ ടൗൺ പോലീസ് സ്റ്റേഷനിൽ കൈ തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് നമുക്കിതിൽ ആരോ സപ്പോർട്ടുണ്ട്, ശരി സമ്മതിക്കുന്നു. ചിലപ്പോൾ സപ്പോർട്ട് ഉണ്ടാവില്ല, ചിലപ്പോൾ സപ്പോർട്ട് ഉണ്ടാവും. പക്ഷേ ഇത്രയും വലിയ മതിൽ, 2 ആൾ പൊക്കത്തിലുള്ള മതിൽ, എങ്ങനെ അവനൊരു കൈപ്പത്തിയില്ലാത്ത ആളല്ലേ, എങ്ങനെ ചാടി? ആരോഗ്യവാനല്ലെന്നും പറയുന്നില്ല, കാരണം ഫസ്റ്റ് ജനിച്ച മുതലേ കൈപ്പത്തി ഇല്ലാതായിരുന്നവർക്ക് ആരോഗ്യം കൂടുതലായിരിക്കും, 2 കൈക്കുള്ള സ്വാധീനം ഒരു കയ്യിൽ കിട്ടുമായിരിക്കും, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും ഒരാളിങ്ങനെ ചാടുന്ന സമയത്ത് അത് ഒരിക്കലും ഒരാളുടെയോ 2 ആളുടെയോ സഹായം ഇല്ലാതെ നടക്കില്ല. അത് ഉറപ്പാണല്ലോ, അത് ഉറപ്പാണ്. എന്തായാലും ആളെ കിണറ്റിനകത്തുനിന്ന് പിടിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളും കൂടി ഒന്ന് കണ്ടു നോക്കും. എന്തായാലും ഒരാൾ ചെള്ളയ്ക്ക് നോക്കി ഒന്ന് കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് ബിഗ് സല്യൂട്ട്. നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ലേ? ഗോവിന്ദച്ചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിലൂടെ കാണും. ഗോവിന്ദച്ചാമിയെ കിണറ്റിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. ഗോവിന്ദച്ചാമിയെ പിടികൂടുകയാണ്. മാതൃഭൂമി ന്യൂസിലൂടെ തത്സമയം കാണാം പ്രേക്ഷകർക്ക്. ഗോവിന്ദച്ചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ്. ഗോവിന്ദച്ചാമിയെ പിടികൂടുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്. നളാപ്പിലെ കെട്ടിടത്തിനകത്തുള്ള കിണറ്റിലായി ഗോവിന്ദച്ചാമിയെ ഒളിച്ചിരുന്നത്. ഗോവിന്ദച്ചാമിയെ ഇതാ പോലീസ് പിടികൂടിയിരിക്കുന്നു. പ്രേക്ഷകരെ കണ്ടുകൊണ്ടു ഗോവിന്ദച്ചാമിയെ ഇതാ പോലീസ് പിടികൂടിയിരിക്കുകയാണ്.
എനിക്ക് പറയാനുള്ളത്, ഈ പരനാറിന് ഇപ്പോൾ ഭയങ്കര പോലീസുകാർക്ക് ഒരു നല്ലൊരു അവസരമായിരുന്നു തട്ടിക്കളയാൻ, ഇല്ലേ? അല്ലാതെ ഇവനെയൊക്കെ എന്തിനാ തീറ്റിപ്പോരുന്നു. ഇന്ന് തന്നെ ഇപ്പോൾ എത്ര രൂപൻ്റെ ചിലവാണ് ഇവന് വേണ്ടിയിട്ട്. ഇനി മെഡിക്കലിൽ കൊണ്ടുപോയിട്ടുണ്ടാകും, പിന്നെ ആരോഗ്യം ശരിയാണെന്ന് നോക്കിയിട്ടുണ്ടാകും, എല്ലാം നോക്കിയിട്ടുണ്ടാകും. ഇവനൊക്കെ എത്ര രൂപയുടെ ചിലവാണ് എത്ര കേരളം തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ ടാക്സ് അല്ല. ഇതൊരു നല്ലൊരു അവസരമായിരുന്നു കേരള പോലീസിന് എങ്ങനെയെങ്കിലും ഒന്ന് തട്ടിക്കളയുക, കൊന്നുകളയാന്ന്. പക്ഷെ അതിന് പറ്റിയില്ല. കാരണം ഇപ്പം മീഡിയയും എല്ലാം കൂടി ഉള്ളതുകൊണ്ട് നമുക്കതൊന്നും ചെയ്യാനും പറ്റില്ലല്ലോ. മീഡിയയൊക്കെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയല്ലേ. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇപ്പം മീഡിയയും നാട്ടുകാരും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഗോവിന്ദച്ചാമിയെ പിടിച്ചത്. അല്ലെങ്കിൽ ഗോവിന്ദച്ചാമി ഇപ്പോൾ പിടിക്കാൻ പറ്റില്ല. അതൊരു വലിയ സത്യമാണ് കേട്ടോ. മീഡിയ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, പരിശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നാട്ടുകാരും കൂടി, നാട്ടുകാരിൽ ആ ഒരു വ്യക്തി കണ്ടിട്ട് ആ ഗോവിന്ദച്ചാമി എന്ന് വിളിച്ചിട്ട് പുറകിൽ പോയില്ലെങ്കിൽ ചിലപ്പോൾ അവൻ ഇന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് സിസ്റ്റം ഫെയിലിയറാണെന്ന് നമ്മൾ പറയുന്നുണ്ട്, ഫെയിലിയറാണ്. പക്ഷേ എന്നാലും ഇത്രയും വലിയ ആൾപ്പൊക്കോ ഹൈറ്റുള്ള ഇതിൽ ചാടി തുണി വെച്ച് ചാടി കടന്ന് അവിടെ എങ്ങനെ സംഭവിച്ചതെന്ന് ശരിക്കും ഒന്ന് അന്വേഷിക്കണം. പിന്നെ ഒരു ചെറിയ പെട്ടിക്കടകളിൽ പോലും, ഞാൻ വീണ്ടും പറയുന്നു, പെട്ടിക്കടകളിൽ പോലും CCTV ഉള്ള സമയത്ത് ഇതിൻ്റെ പുറകുവശത്തോ ഇവിടെ ഒരു CCTV പോലും ഇല്ല. അപ്പോൾ എത്ര ഫെയിലിയറാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര ഫെയിലിയറാണ്. അപ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഗോവിന്ദച്ചാമിനെ പോലെ എത്ര പേർക്ക് ചാടി രക്ഷപ്പെട്ടിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടാവും. ഇഷ്ടം പോലെ ആളുകൾ അല്ലേ, ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ. അപ്പോൾ ഇനിയിപ്പോൾ ഇവൻ ശരിക്കും എനിക്ക് തോന്നുന്നു ഇവൻ്റെ തന്നെ ഇവൻ തന്നെ ഏതെങ്കിലും ടൂൾസ് സംഘടിപ്പിച്ച് ഇവൻ മനഃപൂർവ്വം ഫുഡ് കഴിക്കാതെ കുറേ കാലങ്ങൾക്ക് ശേഷം ആലോചിച്ച് കുറേ കാലങ്ങളായിട്ട് ആലോചനയിലുണ്ടാവും. അതാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നത്. അല്ലാണ്ട് ഇതിപ്പോൾ നമ്മൾ ആഭ്യന്തര വകുപ്പിനെയോ പിണറായി വിജയനെയോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് അവരുടെ ടോർച്ചറായിരിക്കും, അതുകൊണ്ടാണ് ആൾ എല്ലും തോലും ആയിരിക്കുന്നുണ്ട് എന്നൊക്കെ. പക്ഷേ ടോർച്ചറാണെങ്കിൽ അവനൊന്ന് എഴുന്നേറ്റ് മൂത്രം ഒഴിക്കാൻ പോലും പറ്റില്ല. ഇപ്പം അവൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവൻ ആരോഗ്യവാനാണ്, എല്ലും തോലുവാണെന്നേ ഉള്ളൂ, ആരോഗ്യവാനായിരിക്കും. അല്ലാണ്ട് ഇപ്പോൾ കിണറ്റിനകത്ത് ചാടില്ലല്ലോ. അപ്പോൾ ആരോഗ്യവാനായിരിക്കും. അവൻ ചപ്പാത്തിയും തിന്ന് എല്ലാത്തിനും എല്ല് സ്ട്രോങ് ആക്കി എല്ലും തോലുമായി അവൻ്റെ കുറേ കാലമുള്ള പ്ലാനിങ് ആയിരിക്കും. സിനിമയിൽ പ്ലാൻ ചെയ്ത് കുറേ പ്ലാനിങ് ആയിരിക്കും. ആളൊരു വക്കീലും ഇല്ലല്ലോ ഇപ്പോൾ, അറിയും ചത്തല്ലോ, ആളൊരു വക്കീലും ചത്തല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? രക്ഷപ്പെടുത്താൻ ആളില്ലല്ലോ, അതുകൊണ്ട് ചാടിയതായിരിക്കാനാ ചാൻസ്. എന്തായാലും ഈ നാറിയെ പിടിച്ചു, അതിൻ്റെ വലിയൊരു സന്തോഷം. അത് നാട്ടുകാർക്കും മാധ്യമങ്ങൾക്കും ബിഗ് സല്യൂട്ട്. പോലീസുകാർക്കില്ല കേട്ടോ, പോലീസുകാർ തന്നെയാണ് ഇതിനെ കൂട്ടുനിന്നിട്ടുണ്ടാവുക. ഇനി കൂട്ടുനിന്നിട്ടില്ലെങ്കിലും അത് പോലീസുകാരൻ്റെ ഒരു ഫെയിലിയർ തന്നെയാണ്. ഇതുപോലുള്ള ഒരുത്തൻ ജയിലിൽ ചാടുകയെന്ന് വെച്ചാൽ ഫെയിലിയർ തന്നെയാണ്, ഫെയിലിയർ തന്നെയാണ്. പിന്നെ ഇതെല്ലാം പോകെ നമ്മുടെ മലം ചാനലിൽ ജനൻ TV കേട്ടോ, മലം ചാനലല്ല ജനൻ TVയിൽ ഒന്ന് ന്യൂസ് കണ്ട് നോക്കിയേ. ന്യൂസല്ല, അതിൻ്റെ ഹെഡിങ് മാത്രം ഒന്ന് കണ്ടാൽ മതിയേ. ഇയാളുടെ എന്നോ കാലത്ത് ചാർലി തോമസ് ആണെങ്കിൽ ഇപ്പോൾ ഗോവിന്ദച്ചാമി എന്നെഴുതുന്ന എനിക്ക് എത്ര മടി. അത് അവിടെയും ചാമി കൊണ്ടുവന്നിട്ടാണോ സാമി? എൻ്റെ വർഗീയത, ഇങ്ങനെയുള്ളൊരു വർഗീയത ഉള്ള ആളുകളെ ഞാൻ ആദ്യമായിട്ട് കാണാൻ. കഷ്ടം.